അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. വസു ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. ഫ്ലാഷ് ബാക്ക്. ആത്മാവ് എന്ന് പറയുന്ന ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു. എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോ നമ്മള് ഈ പറയുന്ന ഇസ്ലാമികമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ട് ഏത് സംഗതിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയുന്ന ഒരാളല്ല. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. എന്നാൽ ഞാൻ പറയാണ്, ഏത് മതത്തിലാണെന്നുണ്ടെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ പോലെ ജീവൻ നഷ്ടപ്പെടുന്നു, ദൈവം എടുത്തുകൊണ്ട് പോകുന്നു, യമൻ വന്ന് ഇതിനെ പറിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ മതത്തിലും സമാനമായിട്ടുള്ള ചില കഥകളൊക്കെ ഉണ്ട്. താങ്കൾക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇസ്ലാമിക അബദ്ധം വെച്ചാൽ ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം അല്ല, ഒരു പരമ ക്രൈസ്തവ വിശ്വാസപ്രകാരം 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫിസിക്കൽ ബോഡി, ദേഹം, ദേഹി, ആത്മാവ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കൊല വേണ്ടെങ്കിൽ വേണ്ട, ഈ കിഴങ്ങ് എന്റെ ഈ ആത്മാവെന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. ശരി, ഞാൻ പറയട്ടെ. ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്ന ജീവനെ കുറിച്ചാണ്. ഇതിന്റെ ബേസിൽ എങ്ങനെയാണ് ആത്മാവില്ല എന്ന് പറയുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. ഞാൻ പറയുന്നത് ജീവൻ തന്നെയാണ്. ജീവനും ആത്മാവ്, ജീവൻ പോയി അല്ലെങ്കിൽ ആത്മാവ് പോയി എന്നൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാര്യം ജീവൻ എന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അത് സയന്റിഫിക്കലി അതിന് വാലിഡിറ്റി ഇല്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് സയന്റിഫിക്കലി ആത്മാവില്ലെന്ന് പറയുന്ന ആൾക്ക് പിന്നെ അതിന് സയന്റിഫിക് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ലൈഫ് എന്തിനകത്താണുള്ളത്? സയന്റിഫിക്കലി ലൈഫ് എന്തിനകത്താണ്? എന്താണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. അല്ല, സയന്റിഫിക്കലി ലൈഫ് എന്ന് പറയുന്നത് കെമിക്കൽ സ്ട്രക്ചർ ആണ്, ബയോകെമിക്കൽ സ്ട്രക്ചർ. ബയോകെമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു അർത്ഥത്തിൽ മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഒരു എന്താ പറയുക, ഒരു ഏകകോശ ജീവിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡെവലപ്ഡ് ഒരു ജീവി എന്നുള്ള നിലയിൽ ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ബയോകെമിക്കൽ പ്രോസസ്സുകൾ അല്ല ലൈഫ്. കാര്യം ഈ അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. അല്ല, അതിന്റെ കാരണം ഞാൻ പറയാം. ഈ പറയുന്ന ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാളെ ഈ ബയോകെമിക്കൽ പ്രോസസ് നമുക്ക് എത്ര നാളുണ്ടെങ്കിൽ നമുക്ക് വേണേൽ കൊണ്ടിട്ട് പോവാം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹീസ് അലൈവ്. അതിനർത്ഥം പുള്ളി അലൈവ് ആണെന്ന്. എന്തുകൊണ്ടാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്? മെഷീനറി വെച്ച് നമുക്കുണ്ടാവും. മെഷീൻ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെഷീൻ വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും സമയം ഈ പറയുന്ന പ്രോസസ് എല്ലാം ഉണ്ടാവും. എപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുക അപ്പോൾ പ്രോസസ് തീരും. ആ ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. നമ്മൾ എന്താ കൊടുക്കുന്നത്? ഡോക്ടർക്ക് അറിയാലോ. നമ്മൾ സാധനം ചെയ്യുന്നത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ചും ന്യൂട്രീഷൻ. അതെ. അപ്പോ അങ്ങനെ ന്യൂട്രീഷൻ കൊടുക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നത് വഴി നമ്മൾ എന്താ പ്രിസർവ് ചെയ്യുന്നത്? സെല്ലുലാർ സ്ട്രക്ചർ അല്ല, ഒന്നും പണയല്ലേ. സെല്ലിലെ നമ്മള് ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട്, അല്ലെങ്കിൽ ലിവർ ആണെന്നുണ്ടെങ്കിൽ ലിവർ. ആ ലിവറിലെ സെൽസിലെ ഓരോ സെല്ലിലെ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ പ്രിസർവ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? അതായത് ഒരു സെല്ലിനകത്ത് ഉള്ള ഓർഗനൽസ് അത് അവരവരുടെ ജോലി ചെയ്യുന്നു. അത് കളക്റ്റീവായിട്ട് ചേർന്ന് ഒരു വലിയൊരു ടിഷ്യൂ ആവുന്നു. ടിഷ്യൂസ് കൂടി ചേർന്ന് അത് ഓർഗൻ ആവുന്നു. അങ്ങനെ ഓർഗൻസ് കൂടി ചേർന്ന് അത് ഓർഗനിസ് ആവുന്നു. അതേ രീതിയിൽ പോകുമ്പോൾ അതിനെ ഒരു കോംപ്ലക്സ് സിസ്റ്റം നമ്മൾ വിളിക്കുന്നത് അപ്പോഴാണ്. ആ കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ ബയോളജിയും ഈ പറയുന്ന സിമ്പിൾ സിസ്റ്റത്തിന്റെ ബയോളജിയും തമ്മിലുള്ള ഒരു കോറിലേഷൻ എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലെ ഈ ബയോകെമിക്സ് ആണ്, അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ആണ്. കുട്ടിക്ക് മലയാളം അറിയാം. വക്കീല് വിളവ് പഠിച്ച പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. ബയോകെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ അത് അവിടെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ നമ്മൾ മെഷീൻസ് ഉപയോഗിച്ചിട്ട് ബ്ലഡ് സപ്ലൈ കൊടുത്താലും ക്രയോ പ്രിസർവേഷൻ നടത്തിയാലും ഏത് തരത്തിലുള്ള പ്രിസർവേഷൻ നടത്തിയാലും അവിടെ സംഭവിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ CPU അടിച്ചു പോകുമ്പോൾ കമ്പ്യൂട്ടർ ചത്തു എന്ന് പറയുന്ന പോലെ കീബോർഡ് അടിച്ചാൽ ചാവില്ല എന്ന് പറഞ്ഞ പോലെ ഹാർട്ട് മാത്രം പോയി എന്ന് വിചാരിച്ചിട്ട് ബ്രെയിൻ ചാവണമെന്നില്ല. ബ്രെയിൻ പോകുമ്പോഴാണ് ബാക്കിയുള്ളതിന്റെ ആ കോർഡിനേഷൻ നഷ്ടപ്പെടുന്നതും അതിന് ഒരു ഡെത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ഡെത്ത് ആവുന്ന ആളുകളുടെ ടിഷ്യൂസും ഇതൊക്കെ എടുത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. ഓരോ ഇൻഡിവിജ്വൽ സെൽസിനും ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അതിന്റെ ആക്ച്വൽ ലൈഫ് സ്ട്രീം എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. അവിടെയാണ് പ്രശ്നം. അത്
എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? നമ്മൾ നേരത്തെ ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അതായത് പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ വരുമ്പോ നമുക്ക് ആവശ്യമുള്ളത്ര നമ്മൾ കുഴിക്കുന്നു ചരിത്രം എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെയൊക്കെ ഡോക്ടറായുണ്ടല്ലോ ഈ ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കാം. യു ആർ സോ നിയർ ഈ അല്ല ഈ പറയുന്ന അല്ല പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വളരെ അടുത്താണ് സെബാസ്റ്റ്യൻ നിൽക്കുന്നത്. പക്ഷെ ബ്ലഡ് വരെ വരുന്നുള്ളൂ. അല്ല ബ്ലഡ് ഈശ്വര ഞാനിങ്ങനെ ഒരു കോമർ കഴുതയായി പോയല്ലോ. തിരിച്ചറിവ് നല്ലതാ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മുടെ ചോദ്യം ഇവിടെ ഇപ്പോൾ നിൽക്കുകയാണ്. ഈ എന്ത് കാരണം കൊണ്ടാണ് ആത്മാവ് അഥവാ സ്പിരിറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു ചോദ്യം. അതിനാണ് ഈ പറഞ്ഞു ഇവിടം വരെ എത്തിയത്. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല. നീ ഒന്നും പണയണ്ട. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ലൈഫ് ഉണ്ട്, എത്ര ആത്മാവുണ്ട്, അല്ലെങ്കിൽ എത്ര ജീവനുണ്ട്? ഒരു മനുഷ്യ ശരീരത്തിൽ ജീവൻ ഒന്നേ ഉള്ളൂ, ആത്മാവ് ഒന്നേ ഉള്ളൂ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ കസേരയിലോട്ടൊന്ന് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. ഇപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിക്കാം, സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇല്ല എന്ന് പറയാനെങ്കിൽ അത് തെളിയിക്കപ്പെടണം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? തെളിയിക്കപ്പെടാത്ത ഒന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അതിന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് ഞാൻ എങ്ങനെ തെളിയിക്കാൻ പറ്റും? അത് ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മാവ് എപ്പോ മുതലാ ശരീരത്തിൽ വരുന്നത്? അതൊന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് ഉരുവാവുന്ന മുതൽ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് വരുന്നു. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ലേ മണ്ടാരെ? ഉരുവാവുക എന്ന് പറയുമ്പോൾ എന്ന് മുതൽ എപ്പോഴാണോ ഒരു ഓവും സ്പേമും തമ്മിൽ യോജിച്ച് ഒരു ഫുൾ ജീനോമിക് സീക്വൻസിങ് ഉണ്ടാവുന്നത്, അതായത് ഫെർട്ടിലൈസേഷൻ. അപ്പൊ സ്പേമും ഓവും വേറെ വേറെ നിൽക്കുകയാണ് പുറത്ത്, രണ്ട് ടെസ്റ്റ് ട്യൂബിലാണ് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ആത്മാവ് എവിടെയാണ്? ആത്മാവ് ചൈന ഭാഷ പറയുന്നോടാ. കുഞ്ഞിന്റെ ആത്മാവ് അവിടെ ഇല്ല. ആത്മാവില്ല. ഇത് എപ്പോഴാണോ ആ ഒരു പേഴ്സൺ ആയി മാറുന്നത്, എപ്പോഴാണോ അതൊരു ഫെർട്ടിലൈസ്ഡ് ഒരു ഹ്യൂമൻ ആയി മാറുന്നത്, അപ്പോഴാണ് ആത്മാവ്. ഈ പറയുന്ന ഓവും സ്പേമും ഒരിക്കലും ഹ്യൂമൻ സെൽസ്, അതായത് മനുഷ്യന്റെ ജനറ്റിക് കോമ്പോസിഷൻ അല്ല, ശരിക്കും ഹാഫ് മാത്രമേ ഉള്ളൂ. DNA സീക്വൻസിങ് എടുത്താൽ നേരെ ഹാഫേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതെപ്പോഴാണ് പൂർണ്ണ ഹ്യൂമൻ, അതായത് ഫെർട്ടിലൈസ്ഡ് ഓവമായി മാറുന്നത്? അപ്പോൾ മുതലാണ് അതിനകത്ത്. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം. അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴാണ് ആത്മാവിനെ ഉരുവാക്കുന്നതാണ് ബൈബിൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ സ്പേമും ഓവവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു സാധനം എന്താണ് അവിടെ ഇത് രണ്ടും ചേരുമ്പോ ഉണ്ടാവുന്നതെന്നാ ചോദിക്കുന്നത്. ഞാൻ വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. കേട്ടെ, ഈ സ്പേമിനെ വളർത്തിയെടുത്താൽ ഒരു മനുഷ്യനുണ്ടാവൂ? സ്പേമിനെ മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം? അല്ല, സ്പേമിനെ അങ്ങ് ഇപ്പൊ ക്രയോ പ്രിസർവേഷൻ ചെയ്യാതെ സ്പേമിനെ നിങ്ങൾ അങ്ങ് നർച്ചർ ചെയ്ത് ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റില്ല. വളരില്ലല്ലോ. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? അപ്പൊ ഓവത്തെ മാത്രം വളർത്തിയെടുത്താൽ വളരൂ സ്പേമില്ലാതെ? അതായത് അല്ല, അപ്പൊ ഇത് നമ്മൾ ചേരുമ്പോ ഒരു പ്രത്യേകത സംഭവിക്കുന്നുണ്ട് അല്ലെ? ആ പ്രത്യേകത എന്ന് പറയുന്നതാണ് ഈ ബയോകെമിക്കൽ. അല്ല, എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തത്. അതായത് നമ്മള് സ്പേം എടുക്കുന്നു, ഓവ എടുക്കുന്നു. ഓക്കെ, രണ്ടെണ്ണം വീതം എടുക്കുക, രണ്ടും. എന്നിട്ട് നമ്മൾ രണ്ടിനെയും ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ വെക്കുന്നു. ഓക്കെ, എന്നിട്ട് രണ്ടെണ്ണം ഓരോ സ്പേമും ഓരോ ഓവും എടുത്ത് നമ്മൾ ക്രയോ പ്രിസർവ് ചെയ്യുന്നു. രണ്ടെണ്ണത്തിന് നമ്മൾ വെളിയിൽ വെക്കുന്നു, ക്രയോ പ്രിസർവ് ചെയ്യുന്നില്ല. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രണ്ടും കൂടി വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുമെന്ന് നമ്മൾ നോക്കുകയാണ്. ഇതിൽ ഏതിനാണ് ഫെർട്ടിലൈസ് ചെയ്യാൻ സാധ്യത? ശരിക്കും ക്രയോപ്രിസർവ്ഡ് ആയിട്ടുള്ളതിന് ഫെർട്ടിലൈസേഷൻ സാധ്യത കൂടുതലുണ്ടാവും. മറ്റേതിനെന്താ സാധിക്കാത്തത്? മറ്റേത് അതിന്റെ ലൈഫ് പോവും. എന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ ഒരു നാച്ചുറൽ ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാൻ പ്രിസർവ്ഡ് ആയിട്ടില്ലെങ്കിൽ അത് പോകും. ഓക്കെ, അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഫ്രീസറിൽ കയറിയിരുന്ന അങ്ങനെ ഉറങ്ങിപ്പോകുന്ന അല്ല, അതിനകത്ത് അല്ല ലൈഫും ആത്മാവും രണ്ടാണെന്നാണ് ഞങ്ങൾ പറയുന്നത്, ഒന്നാണെന്നല്ല. ഈ ഇസ്ലാമിക അബദ്ധം എടുത്ത് ക്രൈസ്തവ മതത്തിന്റെ പുറത്ത് വെക്കുന്നത് യുക്തിപരമല്ലല്ലോ. ഈ ലൈഫ് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ഫ്രീസറിനകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു സാധനമാണോ? അസംബ്ലി പിരിച്ചുവിട്ടു. ലൈഫ് എന്ന് പറയുന്നത് ബയോകെമിക്കൽ പ്രോസസ് ആണെന്നോ അല്ലെന്നോ അല്ല ബൈബിൾ പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ഒരു ജീവനുള്ള ശരീരത്തിന്റെ ആ ഒരു ചൈതന്യം. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ പൊട്ടന്ന ലോക പൊട്ടനാണ്. ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ സാധിക്കുമോ? ദൈവം ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെയല്ല അതിന്റെ രീതി. സയൻസിലെ രീതി ഇല്ലാന്ന് തെളിയിക്കലല്ല.
ഒരു സാധനം ഉണ്ടെന്ന് തെളിയിക്കലാണ്. കിട്ടിയല്ലോ ഇവിടെ ഇരി. എന്റെ ചോദ്യം ഇതാണ്, ദൈവം ഇല്ല എന്നുള്ളതിന് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു സിംഗിൾ പ്രൂഫ് വരാൻ സാധിക്കുമോ? ദൈവത്തിന്റെ ഒരു ആവശ്യകത, ഈ പറയുന്ന റോൾ, ഇതുവരെ നമ്മൾ സയൻസ് അഡ്വാൻസ് ചെയ്ത ഒരു ഏരിയയിൽ പോലും അത്തരം ഒരു റോളിന് ആവശ്യകത ആബ്സല്യൂട്ട്ലി ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എടുത്താൽ പോലും വാക്യൂമിൽ നിന്ന് മാറ്റർ ഉണ്ടാവണമെങ്കിൽ ആ മാറ്റർ എവിടെ നിന്നുണ്ടായിരുന്നു പറ. ദൈവത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ആ മാറ്റർ എവിടെ നിന്നുണ്ടായി? നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് അറിയാത്തൊരു കാര്യം അപ്പൊ അറിയില്ല, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതാണ് സത്യം. ഞാൻ പറയുന്നു, അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അടുത്തെത്തുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യമാണെന്ന് പറഞ്ഞ് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. തിരികെ കയറ്റുകയല്ല അവിടെ. അവിടുത്തെ സംഭവം അല്ലല്ല, ലോഡ് ഓഫ് ദി ഗ്യാപ്സ് അല്ലല്ലോ കാര്യം. ഈ സയൻസ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ ഭൂമി ഉണ്ടായതെന്ന് സയൻസ് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 5 ദിവസമായിട്ടുള്ളൂ വിചാരിക്കാം. 5 ദിവസമൊന്നുമല്ല, ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ടുണ്ട്. അല്ല, ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയെന്ന് ബൈബിളിൽ പറഞ്ഞിട്ട് 3000-ലധികം വർഷം, 2000 വർഷത്തായി. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം, അതെ കാര്യമുണ്ട്. അതിനേക്കാൾ മുന്നേ ഉള്ള മതങ്ങളിലും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിനേക്കാൾ മുന്നേയുള്ള മതങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നല്ല. അപ്പോ എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഈ പറയുന്ന സയൻസ് അല്ല, സയൻസ് അപ്പൊ എങ്ങനെയാണ് അവർക്ക് ആ വിവരം കിട്ടിയത്? അതല്ല പറഞ്ഞുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. എന്റെ വിഷയം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ അള്ളാഹു ആണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്നുള്ളതാണ് എന്റെ വിഷയം. ഓക്കെ, പിന്നെ അതിൽ അള്ളാഹു യഥാർത്ഥ ദൈവമല്ലെന്ന് താങ്കൾക്ക് മനസ്സിലായി. പക്ഷെ there is a God എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എടാ മോനെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദൈവം ഉണ്ടെന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതേപോലെ ദൈവം ഇല്ലെന്നും സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നല്ലേ സയൻസ് പറയുന്നത്. അപ്പൊ എനർജിയെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? അപ്പൊ ഈ എനർജി ആയിക്കൂടെ? ഈ എനർജി അല്ല, ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. അല്ലല്ല, മതവും കോൺസെപ്റ്റുകളും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സകലതും ഉണ്ടായത് അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഈ വാക്വത്തിൽ നിന്ന്, അതായത് നമ്മൾ ഇന്ന് വാക്വം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ബിയോണ്ട് ആയിട്ടുള്ള, ഓക്കെ, അതായത് നമ്മൾ വാക്വം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ബിയോണ്ട് ഡയമെൻഷൻ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫ് അല്ലേ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞാൻ വേറൊരു വേദഗ്രന്ഥത്തിൽ ഒരു വാക്യം പറയാം. ഓക്കെ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലംബോ ആയുഗത്തിൽ എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ടോ? ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. മനുഷ്യൻ ഉണ്ടായ നാള് മുതൽ, ഓക്കെ, ഈ ബുദ്ധിപരമായ വളർച്ചയൊക്കെ ഉണ്ടായ നാള് മുതൽ ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട്, ഇത്തരത്തിലുള്ള കഥകളുണ്ട്. ഈ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇതെന്താണ്, പ്രപഞ്ചം എന്താണ്, ഇതൊക്കെ ചിന്തിക്കുന്ന പണ്ടേ ഉണ്ട്. ഈ ചിന്ത തന്നെയാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് റെവല്യൂഷന്റെ ഭാഗം എന്ന് പറയുന്നത്. ഒരു മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നതിന് there should be a space. ബിഗ് ബാങ് ഒരു സ്പേസിന്റെ ഒറിജിൻ ആണ്. ആ മാറ്റർ ഏത് സ്പേസിലുണ്ടായത്? ശരി, നമ്മൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു, അതായത് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതോട് ഞാൻ പറയണം, അതായത് ദൈവമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ശരി, ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പറയുന്നു, ദൈവമുണ്ട് എന്ന് ഒരു തെളിവ് കിട്ടിയാൽ, ഓക്കെ, അത് ഏത് ദൈവമാണെന്ന് പോലും ചോദിക്കൂല യുക്തിവാദികൾ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ്. നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം നമുക്ക് വലുത് തെളിവുകളാണ്. തെളിവ് കൊണ്ടോ നമ്മൾ എടുക്കും. കേൾക്കുമ്പോ വിഷമങ്ങളൊക്കെ തോന്നും, പലയിടത്തും നടന്നിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഹലോ ഡോക്ടർ ആരിഫ് ഹുസൈൻ, അദ്ദേഹം സ്റ്റക്കായി പോയി. ഞാൻ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഡോക്ടർ ആരിഫ് ഹുസൈൻ കേൾക്കാമോ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.